ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ക്രിബാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കാൻ ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 4 സൈഡും ടേപ്പ് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുട്ട വാങ്ങുന്നില്ലേ, ഈ ഒരു സാധനം, ആ ഒരു സാധനമാണ് ഞാൻ ഇതിൻ്റെ അകം സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഒരു സാധനം നമുക്കൊരു മണ്ണ്, കല്ല്, അതിൻ്റെയൊക്കെ ഒരു ഫീൽ വരുന്ന രീതിയിൽ ഈ ഒരു കളർ ചേർത്ത് നമുക്ക് ഇതിനകം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു കളറ് നമുക്ക് ഈ ബോക്സ്, ഈ സാധനത്തിന് ഫുള്ള് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം കേട്ടോ. ഒരു മണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു ചുടുകല്ലിൻ്റെ ഒക്കെ ഒരു കളർ ആണ്, ഒരു ബ്രിക്ക്. ആ ഒരു കളറ് നമുക്ക് ഇതിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ 2-3 ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ ഈ ഒരു സാധനം നമുക്കകം ഫുള്ള് ഇത് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി എല്ലാത്തിലും ഇതുപോലെ ഈ ഒരു സെയിം കളറ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ആ ഹോളിലെ താഴോട്ടുള്ള ഭാഗങ്ങൾ അവിടെ കുറച്ച് ഡാർക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട, ഇംപെർഫെക്ഷൻ ആയിട്ടിരിക്കുന്നതായിരിക്കും ഇവിടെ നമുക്ക് ഭംഗിയുണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് അകം മാത്രം ഇങ്ങനെ ഡാർക്ക് കളർ അടിക്കുക. ഇവിടെ തന്നെ നല്ല ഫുള്ളായിട്ട് പെയിന്റ് ഒന്നും വന്നിട്ടില്ല, അത് അതുപോലെ ഇരുന്നാൽ മതി. അപ്പം അതാണ് കുറച്ചുകൂടി ഒറിജിനാലിറ്റി വരുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറുത്ത കളറും കൂടിയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പം 3-4 സംഭവങ്ങളിൽ നമ്മൾ ഈ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചെടുക്കണം. ഞാൻ വേറൊരു ലൈറ്റ് കളർ എടുത്ത് ഒരു വാതിൽ മാതിരി ഒരു സാധനം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗമ്മ് വെച്ചിട്ട് നമുക്കിത് ചുവരിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ എല്ലായിടത്തും തികയത്തില്ല, അതുകൊണ്ട് ഞാൻ 2 സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. മറ്റേ സൈഡ് നമുക്കൊരു പേപ്പർ കൊണ്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ച് ഒട്ടിക്കാം. തികയാത്ത സ്ഥലത്ത് ഇതുപോലെ കുഞ്ഞ് കാർഡ്ബോർഡിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ട്, അത് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ വെച്ച സാധനമില്ലേ, മുട്ട, അതിൻ്റെ ആ ഒരു സാധനത്തിൽ പശ തേക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് മണ്ണ് ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി കുറച്ച് ചകിരിച്ചോറ് ഇതിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണേ. ജസ്റ്റ് ഒന്ന് വീണ്, അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി നന്നായിട്ട് നിങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ ഞാൻ ഇത് ഊരിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് മണ്ണിങ്ങനെ ഒട്ടിച്ചെടുത്തു. അപ്പം കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് പറ്റും. ശേഷം ഇത് ഞാനൊരു മേശപ്പുറത്ത് വെച്ച ശേഷം ബാക്കി സൈഡ് നമുക്ക് ഈ ഒരു മണ്ണല്ല, ഇത് ചകിരിച്ചോറാണ്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് കാണാൻ കിട്ടും. നിങ്ങൾക്ക് മണ്ണാണെങ്കിൽ മണ്ണെടുത്ത് ഇങ്ങനെ ചെയ്താലും മതി. മണ്ണെടുത്ത് ഇതുപോലെ ബാക്കിയുള്ള സ്ഥലം സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് പായൽ ഇങ്ങനെ മതിലൊക്കെ ഇരിക്കുമല്ലോ, അതുകൂടി എടുത്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ഫീൽ കിട്ടും. അകത്തും ഒക്കെ ഫുള്ള് മണ്ണല്ല, ചകിരിച്ചോറ് തന്നെ. മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ചകിരിച്ചോറാണ് ഫുള്ള് ഫില്ല് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചകിരിച്ചോറ് വരുമ്പോഴാണ് ഇതിന് ശരിക്കും ഭംഗി വരുന്നത്. ഒരു മണ്ണിൻ്റെ എഫക്റ്റ് വരുമ്പോഴല്ലേ. അപ്പോഴത്തേക്കും മണ്ണല്ലെങ്കിൽ ചകിരിച്ചോറ് ഫുള്ള് സെറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ സൈഡിലും ഒക്കെ ഇത് വെച്ചു. ഇനി ഓരോ രൂപങ്ങളായിട്ട് നമുക്കെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഈ രാജാവിനെയും മന്ത്രിയും പുരോഹിതനും അവരൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത്, ഉണ്ണിയേശുവിൻ്റെ അടുത്ത് വയ്ക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിൽ കൂടി ഒരു വൈറ്റ് തുണി ഇട്ടിട്ട് ബാക്കി കുറച്ച് സാധനങ്ങളും കുറച്ച് പഞ്ഞിയൊക്കെ വെച്ചൊരു മഞ്ഞിൻ്റെ എഫക്റ്റും ഒക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഒരു സൈഡ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇതുപോലൊരു ഡാർക്ക് ഷീറ്റ് പേപ്പർ എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ശേഷം ഇതിനകത്ത് ഇതുപോലെ ഒരു ലാമ്പ് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ പശുത്തൊഴുത്തല്ലേ, അപ്പം അതിനു വേണ്ടി കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു മറ്റേ സാധനം ഉണ്ടല്ലോ മുട്ടയുടെ, അതിൽ തന്നെ ഒരെണ്ണം ബാക്കി വന്നതിൽ ജസ്റ്റ് അത് കളർ ചെയ്ത് അത് പശുവിനെ വെച്ചു. അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടി ഞാൻ റീഫിക്സ് ചെയ്യാണ്. പശുവിനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്ത്, അതായത് പശു തൊഴുത്തല്ലേ, പശു അകത്ത് ഇക്കട്ടെ എന്ന് എഴുതി. അങ്ങനെ കാലിത്തൊഴുത്തിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തു. ഓരോ രൂപങ്ങൾ ആട്ടിടയനെ ഞാൻ ഈ ഒരു സൈഡിലോട്ട് വെച്ചു. ഈ സൈഡിൽ ഞാനൊരു
ചെയറിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു കുളം പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി ഞാൻ പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഒരു പായൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ട്, അത് മാത്രമല്ല ഞാൻ അതിൽ കുറച്ച് മീനുകളെയും കൂടെ ഇടുന്നുണ്ട്. ബാക്കി ഡെക്കറേറ്റിംഗ് ഐറ്റം കൂടി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ. അകത്തൊക്കെ ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്തതുണ്ടോ, വാതിലിൻ്റെ അവിടെ ഒരു നീല കളർ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഭംഗിയാക്കിയതിന്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാൻ നോക്കുക. ബൈ.